നമസ്കാരം. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരേ നാരായണി നമോസ്തുതേ. ഓം മഹാദേവ്യേ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം ദ്വിതീയ സ്കന്ധം അധ്യായം 2. പരാശര മഹർഷിക്ക് സത്യവതിയോട് ഒരു ഇഷ്ടം തോന്നുന്നു. അപ്പോൾ സത്യവതി ഭയക്കുന്നു. തനിക്കൊരു കുട്ടി ഉണ്ടായിക്കഴിയുമ്പോൾ മഹർഷി അവളെ ഉപേക്ഷിച്ചു പോകും. പിന്നെ അവൾ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ പറയുന്നു, നിനക്കിഷ്ടമുള്ള വരം ചോദിച്ചു കൊള്ളാൻ. അപ്പോൾ സത്യവതി പറയുന്നു, അവളുടെ കന്യാകത്വത്തിന് കുഴപ്പമൊന്നും സംഭവിക്കരുത്, എന്നും കന്യകയായി തന്നെ ഇരിക്കണം. അതുപോലെ ഉണ്ടാകുന്ന പുത്രൻ വളരെ വീര്യവാനും എല്ലാം കൊണ്ടും യോഗ്യനും ആയിരിക്കണമെന്ന് വരം ചോദിക്കുന്നു. അതുപോലെ തന്നെ ഈ മത്സ്യഗന്ധം സദാ എനിക്കുണ്ടായിരിക്കണം, എൻ്റെ ഗന്ധം എനിക്ക് എപ്പോഴും പരിപാലിക്കണം, എൻ്റെ യൗവനമെന്നും പുതുതായിരിക്കണം എന്ന് അപേക്ഷിക്കുന്നു. അപ്പോൾ പരാശര മഹർഷി അതെല്ലാം സമ്മതിക്കുന്നു. എനിക്കാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മോഹം ഉണ്ടാകുന്നത്, അതിന് എന്തെങ്കിലും ഒരു കാരണം കാണും, അതല്ലാതെ അങ്ങനെ സംഭവിക്കുകയില്ല. ഇത്രയും ജ്ഞാനിയായ എനിക്കങ്ങനെ ഒരു മോഹം തോന്നണമെങ്കിൽ അതിലെന്തെങ്കിലും ഒരു കാരണം പിന്നിൽ കാണും എന്ന് പറഞ്ഞവളെ ആശ്വസിപ്പിക്കുന്നു. മകൻ പുരാണകർത്താവും വിഖ്യാതനുമായി തീരുമെന്നും വരം കൊടുക്കുന്നു. അടുത്ത ശ്ലോകങ്ങൾ നോക്കാം. സൂത ഉവാച ഇത്യുക്ത്വാ താം വശം യാതാം ഭുക്ത്വാ സ മുനിസത്തമഃ. ഇങ്ങനെ പറഞ്ഞ് വശത്താക്കി ആ മുനിസത്തമൻ അവളെ അനുഭവിച്ചു. ശ്ലോകം 36. ജഗാമതരസാ സ്നാത്വാ കാളിന്ദീ സലിലേ മുനിഃ സാപി സത്യവതീ ജാതാ സദ്യോ ഗർഭവതീ സതി. അദ്ദേഹം കാളിന്തി നദിയിലിറങ്ങി കുളിച്ചിട്ട് വേഗം അവിടെ നിന്ന് പോവുകയും ചെയ്തു. സതിയായ ആ സത്യവതി അപ്പോൾ തന്നെ ഗർഭിണിയുമായി തീർന്നു. ശ്ലോകം 37-38. സുഷുവേ യമുനാദ്വീപേ പുത്രം കാമമിവാപരം ജാതമാത്രസ്തു തേജസ്വി താം ഉവാച സ്വമാതരം തപസ്യേവ മനഃകൃത്വാ വിവിശേചാതിവീര്യവാൻ ഗച്ഛ മാതർയഥാ കാമം ഗച്ഛാമ്യഹം അതഃ പരം. കാമനെ പോലെ അഴകുള്ളൊരു പുത്രനെ അവൾ ആ യമുനാദ്വീപിൽ വെച്ച് പ്രസവിച്ചു. പിറന്നപ്പോൾ തന്നെ അവൻ തേജസ്വിയായിരുന്നു. തപസ്സിൽ തന്നെ മനം ഊന്നി വളർന്ന് അതിവീര്യവാനായി തീർന്ന അവൻ ആ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഇഷ്ടമനുസരിച്ച് പോയിക്കൊള്ളൂ, പിന്നെ ഞാനും പോകാം. ശ്ലോകം 39. തപഃകർത്തും മഹാഭാഗേ ദർശയിഷ്യാമി വൈ സ്മൃതഃ മാതർയഥാ ഭവേത് കാര്യം തവ കിഞ്ചിദനുത്തമം. തപസ് ചെയ്യാനാണ് ഞാൻ പോകുന്നത്. അമ്മേ, അതിപ്രധാനമായ എന്തെങ്കിലും ആവശ്യം ഉണ്ടാകുന്ന പക്ഷം എന്നെ സ്മരിച്ചാൽ മതി, ഞാൻ അമ്മയുടെ മുൻപിൽ എത്തിക്കൊള്ളാം. ശ്ലോകം 40. സ്മർത്തവ്യോഹം തഥാ ശീഘ്രം ആഗമിഷ്യാമി ഭാമിനി സ്വസ്തിതേസ്തു ഗമിഷ്യാമി ത്യക്ത്വാ ചിന്താം സുഖം വസ. സ്മരിച്ചാലുടൻ ഞാൻ വരും. അമ്മയ്ക്ക് ശുഭം ഭവിക്കട്ടെ. ഞാൻ പോകുകയാണ്. ചിന്തിച്ചു ദുഃഖിക്കാതെ സുഖമായി കഴിയുക. ശ്ലോകം 41. ഇത്യുക്ത്വാ നിര്യയൗ വ്യാസ സാപി പിത്രാന്തികം ഗതാ ദ്വീപേ നസ്ത്യസ്തയാ ബാലസ്തസ്മാദ് ദൈവായനോ ഭവത്.
ഇങ്ങനെ പറഞ്ഞിട്ട് വ്യാസൻ അവിടെ നിന്ന് പോയി. അവൾ അച്ഛൻ്റെ അടുത്തേക്കും പോയി. അവൾ ദ്വീപിൽ വെച്ച് വെടിഞ്ഞ ബാലനായതുകൊണ്ട് അവൻ ദ്വൈപായൻ എന്ന് പ്രസിദ്ധനായി. ശ്ലോകം 42. ജാതമാത്രോ ജഗാമാശു വൃദ്ധും വിഷ്ണുംശയോ ഗതഃ തീർത്ഥേ തീർത്ഥേ കൃതസ്നാന ഛചാര തപയുത്തമം. വിഷ്ണുവിൻ്റെ കലാംശത്തോടെ ജനിച്ചവനായതുകൊണ്ട് അപ്പോൾ തന്നെ വളർന്ന് വലുതായി തീർത്ഥം തോറും സ്നാനം ചെയ്ത് ഉത്തമ തപസ്സനുഷ്ഠിച്ചു. 42 ശ്ലോകങ്ങളാണ് പാരായണം ചെയ്തത്. അധ്യായം 2. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.